ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. തുടർച്ചയായി PSC പരീക്ഷകളിൽ തോൽക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീഴുന്നത് പരാജയമല്ല, വീണിടത്ത് കിടക്കുന്നതാണ് പരാജയം. കൂടെ പഠിച്ചവരും കൂട്ടുകാരും ജോലി കിട്ടിപ്പോകുമ്പോൾ നമ്മൾ മാത്രം എങ്ങുമെത്താതെ ഇവിടെ കിടക്കുന്നു. അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത്. ജോലിയില്ലാത്ത കാരണത്താൽ സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിയാത്ത അവസ്ഥ സഹിതം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നില്ല, PSC എക്സാം എഴുതുന്നില്ല എന്ന കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആദ്യം എഴുതിയ 18 പരീക്ഷകളും പരാജയപ്പെട്ടിട്ട് പിന്നീട് അങ്ങോട്ട് എഴുതിയ എല്ലാ പരീക്ഷകളിലും റാങ്ക് നേടാൻ കഴിഞ്ഞ വ്യക്തികളുള്ള നാടാണ് നമ്മുടെ കേരളം. നിങ്ങളുടെ പരിശ്രമം എവിടെ നിർത്തുന്നുവോ അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ, നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ. അതെല്ലാം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം കളഞ്ഞിരുന്ന് പഠിച്ചത്. അതെ, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് ഉറക്കമിളച്ചിരുന്ന് നമ്മൾ നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ ഒന്നാമത്തെ പോയിന്റാണ്. അടുത്തത്, പഠനത്തിന് വേണ്ടി പല ആഘോഷ പരിപാടികളും ഒഴിവാക്കിയത്. ശരിയല്ലേ? നിങ്ങളുടെ ബന്ധുക്കളുടെ കല്യാണം, നിങ്ങളുടെ നാട്ടിൻപുറത്തെ ഉത്സവങ്ങൾ, ക്ലബ്ബുകളുടെ പ്രോഗ്രാംസ് തുടങ്ങിയവയെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇതെല്ലാം ഒഴിവാക്കിയിട്ടിരുന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അടുത്തത്, പൊരിഞ്ഞ വെയിലത്ത് പോയി എക്സാം എഴുതിയിട്ടുള്ളത്. നമ്മൾ ഈ എഴുതാൻ പോയ എക്സാമുകളെല്ലാം വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് ബസ് കയറി, അല്ലേ, അല്ലെങ്കിൽ ഒരാളുടെ പുറകിൽ ലിഫ്റ്റ് അടിച്ച് നമ്മൾ പോയി എഴുതിയിട്ടുള്ള ഈ ഇത്രയും എക്സാം, ഇതെല്ലാം നമുക്കൊരു നഷ്ടം മാത്രമാവും. നമ്മൾ സഹിച്ച കഠിനാധ്വാനങ്ങളിൽ ഒന്നാണത്. അടുത്തതായി പറയുന്നത്, ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള നോട്ട്സുകൾ, അല്ലേ? നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങൾ പഠിക്കുന്ന ആ മുറിയുടെ ചുറ്റും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ക്വിക്ക് നോട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ PSC പഠനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഇങ്ങനെയുള്ള കുറച്ച് വാലിഡ് പോയിന്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ കഠിനാധ്വാനങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു? പരാജയമെന്നത് വഴി തെറ്റിയെന്നല്ല, പകരം അത് നിങ്ങളുടെ പഠന രീതികൾ ശരിയല്ല എന്നുള്ള ഒരു സിഗ്നൽ കൂടിയാണ്. സിലബസ് മുഴുവൻ പഠിച്ചു തീർത്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. മറിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ, പരീക്ഷാ സമയത്ത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പഠന രീതികൾ നമുക്ക് മാറ്റി പുതിയ ഒരു പഠന ശൈലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നോക്കാം, ഒന്നുകൂടി തുടങ്ങാം. അതെ, നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പരാജയങ്ങളെല്ലാം മറന്നേക്കും. നിങ്ങൾ പുതിയതായിട്ട്, പുതിയൊരു മനുഷ്യനായിട്ട്, പുതിയൊരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ, കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്കുണ്ടായിരിക്കണം, അല്ലേ? മാക്സിമം നിങ്ങൾ പഠിക്കുന്നതിന്, നിങ്ങൾക്ക് ടഫുള്ള സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് ഊന്നൽ നൽകി പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അടുത്തത്, അവോയ്ഡ് നെഗറ്റിവിറ്റി. നിങ്ങൾക്ക് ചുറ്റുവട്ടം നല്ല രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും. നീയൊന്നും ഇനി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഈ പണിയൊക്കെ നിർത്തിക്കൂടെ, എത്ര വർഷമായി നീ ഇത് തുടങ്ങിയിട്ട്, പോയി വേറെ വല്ല പണിക്കും പോടാ ചെക്ക, ഇങ്ങനെയുള്ള പല പല കുത്തുവാക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയുക. കാര്യം, നമുക്ക് എത്താനുള്ളത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കണം നമ്മൾ. കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന വിജയത്തിലേക്കുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങുക. ഏതാണ് നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ നയിക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോവുക. തോറ്റവർക്ക് മാത്രമേ വിജയത്തിൻ്റെ മധുരം നല്ല രീതിയിൽ രുചിക്കാനാവൂ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക,
വിജയത്തിലെത്തുക. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ട് മാത്രം പഠനം നിർത്തുക എന്ന് പറയുന്നതിനേക്കാൾ ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങളുടെ പഠനം അവസാനിക്കുക എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക, ജോലി നേടുക. ബൈ.